നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം ഇത് എയർപോർട്ടിന് വേണ്ടി എടുത്ത സ്ഥലമാണെന്ന്? വിരലുകൊണ്ട് കുത്തിക്കിട്ട് കിടന്നാൽ അയ്യോ വെള്ളം കൂടി നനഞ്ഞിനും കുളിച്ച് കയറാം. നമസ്കാരം. ഞങ്ങൾ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്ന എല്ലാവർക്കും സിമ്പിളായിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മട്ടൻ റോളാണ്, അതും ഇഡലി പാത്രത്തിൽ വെച്ചിട്ട്. നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ചു ഇത് ഏതാ സ്ഥലം എന്നുള്ളത്. ഞങ്ങൾ ആക്ച്വലി ആറന്മുളയാണ്. ആറന്മുള ഇന്റർനാഷണൽ എയർപോർട്ട് നിങ്ങൾ ഒരു കാലത്ത് കേട്ടിട്ടുണ്ടാവും. ആ സ്ഥലത്ത് വെച്ചാണ് നമ്മൾ കുക്കിംഗ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ചെറിയ കുറച്ച് വിഷ്വൽസും കൂടെ നിങ്ങളിലേക്ക് എത്തിക്കാം. ഇഡലി പാത്രം വെച്ചിട്ടുണ്ട്. ഇനി തട്ടിലോട്ട് നമുക്ക് സാധനങ്ങൾ ഇറക്കി കൊടുക്കാം. ആദ്യത്തെ അടിയിലത്തെ തട്ടിലോട്ട് നമ്മൾ മട്ടനാണ് എടുത്തേക്കുന്നത്. സാധാരണ എല്ലാവരും സോഷ്യൽ മീഡിയ എല്ലാവരും ചിക്കനാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ അതിന് പകരം മട്ടനാണ് ഈ തവണ ട്രൈ ചെയ്യുന്നത്. ആദ്യത്തെ തട്ടിൽ നമ്മൾ 4 കുഴിയിലും മട്ടൻ വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ തട്ടിലും ഒരു കുഴിക്കകത്ത് മട്ടൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ വെളുത്തുള്ളിയും വറ്റൽമുളകും. എല്ലാവർക്കും സിമ്പിളായിട്ട് ഇത് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബാക്കി 3 തട്ടിലോട്ട് നമുക്ക് മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. നമ്മൾ മട്ടൻ എടുത്തേക്കുന്നത് മട്ടൻ്റെ അകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടാണ് നമ്മൾ മട്ടൻ എടുത്തേക്കുന്നത്. ഇഡലിത്തട്ട് ഇറക്കി കൊടുക്കാം. മുട്ട പോകാതെ എടുക്കണമല്ലോ. ഒരു 15 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് മണ്ടക്കത്തെ തട്ടെടുത്തിട്ട് മുട്ടയുടെ വറ്റൽമുളകും വെളുത്തുള്ളി ഇട്ട് നമുക്ക് മിക്സിക്കകത്തിട്ട് അടിക്കണം. കാണിച്ചു തരാം. ഏതായാലും 15 മിനിറ്റ് കഴിയട്ടെ. ഇതാണ് ഞങ്ങൾ കുക്ക് ചെയ്യുന്ന സ്ഥലം. ഇത് ആറന്മുള എയർപോർട്ടിന് വേണ്ടി നേരത്തെ സ്ഥലമാണ്. നമ്മുടെ തൊട്ട് ബാക്കി തന്നെ ഒരു തോടുണ്ട്. ഇതാണ് നമ്മൾ കുക്ക് ചെയ്യുന്ന സ്ഥലം. ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തേ. നമ്മുടെ അടുപ്പ് ഇരിക്കുന്നുണ്ടോ? എൻ്റെ ഈ ഷീറ്റ് വെച്ചേക്കുന്നത് ഭയങ്കര കാറ്റാണ്. അപ്പം ഔട്ട്ഡോർ ചെയ്യുമ്പം നമ്മൾ അതുകൊണ്ടാണ് അത് വെച്ച് ഭയങ്കര കാറ്റായ കാരണം. നമ്മൾ നടന്നു വരുന്നതുകൊണ്ട് ആ കാണുന്ന ഒരു വലിയൊരു മരം ഉണ്ട്. അവിടെ നിന്നാണ് നമ്മൾ നടന്നു വരുന്നത്. ഇങ്ങോട്ട് വണ്ടി എത്തത്തില്ല. ഇനി അവിടെ ചെന്നിട്ട് ബാക്കി വിഷ്വൽസ് കാണിക്കാം. ഇവിടേക്കാണ് നടന്നു വരുന്നത്. കുറച്ച് ടാസ്ക്കാണ് സാധനമൊക്കെ എടുത്തിട്ട് വരുന്നത്. കാരണം വണ്ടി എത്താത്തത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ ഒരു തോടുണ്ട്, അതും കൂടെ കാണിച്ചു തരാം. ഇതാണ് ആദ്യത്തെ തോട്. നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ വരെ വരുന്നത്. നമ്മുടെ ഇലക്ട്രിക് പോസ്റ്റ് വഴിയാണ് നടക്കുന്നത്. ആക്ച്വലി ഈ തോടെല്ലാം എയർപോർട്ടിന് വേണ്ടി നികത്തിയതാണ്. പിന്നെ സർക്കാരിൻ്റെ ഉത്തരവ് പ്രകാരം തോട്ടിൽ നിന്നെല്ലാം മണ്ണ് തിരിച്ചെടുത്തിട്ടാണ് വീണ്ടും തോട് പുനഃസ്ഥാപിച്ചത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് വലിയ ഗ്രൗണ്ട് വരുന്നത്. നമ്മൾ കളിക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഗ്രൗണ്ടിൽ ഒന്ന് ഇതാണ്. ആ നീല ടാർപ്പ ഇട്ടേക്കുന്നുണ്ടോ? അതെല്ലാം കുടിലുകളാണ്. ഇപ്പോഴും ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം ആ ഏരിയ മൊത്തം കുടിലുകളാണ്. ഇപ്പോഴും ആൾക്കാർ താമസിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി അതിൻ്റെ വിഷ്വൽസ് ഒക്കെ കാണുന്നുണ്ട്. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അടുത്ത വീഡിയോയ്ക്ക് അത് ഉൾപ്പെടുത്താം. എല്ലാവരും മറക്കാതെ തന്നെ ഫോളോയും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഇഡലി പാത്രം വെച്ചിട്ട് 15 മിനിറ്റ് ഉണ്ട്. നമുക്ക് തുറന്നു നോക്കാം. ഓക്കെ, നമ്മുടെ മുട്ട എടുത്ത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി മുട്ട എടുത്ത് നമ്മുടെ മിക്സിക്കയുടെ ജാറിനകത്തോട്ട് മാറ്റാം. മുട്ടയോടൊപ്പം തന്നെ നമ്മൾ വെച്ചേക്കുന്ന വറ്റൽമുളകും വെളുത്തുള്ളിയും കൂടെ എടുക്കാം. നമ്മൾ മട്ടൺ ഇപ്പോഴും എടുക്കുന്നില്ല. കാരണം ചിക്കൻ ആകുമ്പോൾ ഒരു 15 മിനിറ്റിനുള്ളിൽ ആവി കൊള്ളുമ്പോൾ റെഡി ആകുമായിരിക്കും. പക്ഷേ മട്ടൺ ആയതുകൊണ്ട് നമ്മളൊരു 15 മിനിറ്റ് കൂടെ നമ്മൾ അടച്ചു വയ്ക്കുകയാണ്. നമുക്കൊരു 15 മിനിറ്റും കൂടെ നമുക്ക് മട്ടൺ അടച്ചു വയ്ക്കാം. നല്ല രീതിക്കൊന്ന് റെഡി ആകട്ടെ. നമ്മൾ ഈ മിക്സിയുടെ ജാറിനകത്ത് നമ്മൾ കുറച്ച് തൈരും കൂടെ ഒഴിക്കുകയാണ്. കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിക്കാം. ആവശ്യത്തിന് ഉപ്പ്. നമുക്കിതെല്ലാം കൂടി ഇനി അടിച്ചെടുക്കാം. അങ്ങനെ സാധനം സെറ്റാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ മട്ടൻ്റെ അകത്തോട്ട് ഒഴിക്കാം. മട്ടൻ ചെറിയ ചെറിയ പീസായിട്ട് പിച്ചി ചിന്തിയിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തോട്ട് ഒഴിക്കാം. ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചക്കറികൾ ഇടാം. ഞങ്ങളിപ്പോൾ എടുത്തേക്കുന്നത് തക്കാളി, ക്യാരറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. സവാള, ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യട്ടെ. ആവശ്യത്തിനനുസരിച്ച് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ എയർപോർട്ട് മട്ടൺ റോൾ റെഡി ആയിട്ടിരിക്കുകയാണ്. നമുക്ക് റോൾ ചെയ്യാം. ഞങ്ങൾ അതിനുവേണ്ടി പൊറോട്ടയാണ് എടുത്തേക്കുന്നത്. ആദ്യം തന്നെ റോള് ഇങ്ങനെ ചെയ്ത് വയ്ക്കട്ടെ. അടുത്ത പൊറോട്ട ഇങ്ങെടുത്ത്
നിങ്ങളെല്ലാവരും മറക്കാതെ ഇപ്പം തന്നെ ഫോളോ ചെയ്ത് വെക്കണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് വീണ്ടും വീണ്ടും ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്ത പൊറോട്ട ഇങ്ങടുത്ത് നമ്മൾ പൊറോട്ടയുടെ കൂട്ടത്തിൽ തന്നെ ബ്രെഡും കൂടെ എടുത്തിട്ടുണ്ട്, ഒരു സാൻഡ്വിച്ച് മോഡല്. എടുക്കുക എല്ലാവരും. മട്ടൺ റോൾ, വെറും മട്ടൺ റോൾ അല്ല, എയർപോർട്ട് മട്ടൺ റോൾ. കീച്ച സാധനമായിട്ടുണ്ട് കേട്ടോ. മാംസമൊക്കെ നല്ലപോലെ കറക്റ്റ് വേവ്. ഇതുണ്ടോ ഫില്ലിങ്സ് ഒക്കെ പക്കയായിട്ട്. നമ്മൾ അരമണിക്കൂറോളം നമ്മൾ മട്ടൺ വേവിച്ചായിരുന്നു. സാധനം കൊള്ളാം. എല്ലാവർക്കും സിമ്പിളായിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ. ചപ്പാത്തിക്കകത്തോ എന്തോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൻ്റെ അത് വെച്ച് റോൾ ചെയ്യാം. കൊള്ളാം. അടിപൊളി അടിപൊളി. കുറച്ച് മയണസ് മുക്കി നോക്കട്ടെ. ഓ സൂപ്പർ. ട്രൈ ചെയ്യാം. മയണസോടെ കൂട്ടി കഴിച്ചപ്പോൾ കിടിലൻ സാധനം കേട്ടോ. അടിപൊളി സാധനം. നല്ല മൈൽഡ് ടേസ്റ്റ് അറിയുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ആണെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ ഫോളോ ചെയ്യുക.